ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈബർ ലോകത്തെ കൊള്ളക്കാർ നിങ്ങളുടെ പണം കാക്കൂ. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ലോകത്തെ ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. സൈബർ തട്ടിപ്പുകൾ. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളും ഓൺലൈനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാങ്കിംഗ്, ഷോപ്പിംഗ്, സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. എന്നാൽ ഈ സൗകര്യങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നാം അവബോധവാന്മാരായിരിക്കണം. സൈബർ തട്ടിപ്പുകാർ സൂക്ഷ്മമായി പദ്ധതികൾ തയ്യാറാക്കി നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ നമ്മുടെ വിശ്വാസം തകർക്കുകയും ഭയം ഉളവാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ തട്ടിപ്പുകളെക്കുറിച്ച് അറിയുകയും അവയിൽ നിന്ന് സ്വയം സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ 10 പ്രധാന സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായി പരിശോധിക്കും. ഓരോ തട്ടിപ്പിനെയും കുറിച്ചും അവയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്നും നമുക്ക് നോക്കാം. 1. ട്രൈ ഫോൺ തട്ടിപ്പ്. ട്രൈ ഫോൺ സ്കാം. ഹലോ സാർ, ഞാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ സിം കാർഡ് നമ്പർ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ സിം കാർഡ് താൽക്കാലികമായി നിർത്തലാക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഈ വിവരങ്ങൾ നൽകണം. എത്രയോ പേർക്ക് ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ ലഭിച്ചിട്ടുണ്ടാകും. ട്രായ് എന്ന ഭരണകൂട സ്ഥാപനം നേരിട്ട് നിങ്ങളെ വിളിച്ച് സിം കാർഡ് നിർത്തലാക്കില്ല എന്നത് ഓർക്കുക. ഇത്തരം കോളുകൾ വ്യാജമാണ്. നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത്. 2. കസ്റ്റംസിൽ കുടുങ്ങിയ പാർസൽ സ്റ്റക്ക് അറ്റ് കസ്റ്റംസ്. സാർ, നിങ്ങൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അത് കസ്റ്റംസിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതിനുള്ള തീരുവെടുക്കാൻ നിങ്ങൾ അടയ്ക്കേണ്ട തുക ഇത്രയാണ്. ഇത്തരം കോളുകൾ വഴി നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാർ ധാരാളമുണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പാഴ്സൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിങ്ങളെ നേരിട്ട് വിളിക്കുകയില്ല. ഈ തരത്തിലുള്ള കോളുകൾ ഉടൻ തന്നെ നിർത്തുക. 3. ഡിജിറ്റൽ അറസ്റ്റ്. സാർ, നിങ്ങൾക്കൊരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്. നിങ്ങളുടെ ഡിജിറ്റൽ അറസ്റ്റ് വാറണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വിവരങ്ങൾ നൽകി സഹകരിക്കുക. ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും ഫോൺ വഴി അറസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പണം ആവശ്യപ്പെടുകയില്ല. ഇത്തരം കോളുകൾ നിർത്തുകയും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകുകയും ചെയ്യുക. 4. കുടുംബാംഗം അറസ്റ്റിൽ. ഫാമിലി മെമ്പേഴ്സ് അറസ്റ്റഡ്. സാർ, നിങ്ങളുടെ മകൻ ഒരു അപകടത്തിൽപ്പെട്ടു. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ മോചിപ്പിക്കാൻ നിങ്ങൾ ഉടൻ തന്നെ പണം അടയ്ക്കണം. ഈ തരത്തിലുള്ള കോളുകൾ വളരെ വൈകാരികമായിരിക്കും. ഭയം ഉപയോഗിച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ തന്ത്രം. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് വിളിച്ച് സംഭവം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഭാവനയിൽപ്പെടാതെ ശാന്തമായി പ്രതികരിക്കുക. 5. സമ്പന്നമായ പെട്ടെന്നുള്ള വ്യാപാരം നേടുക. ഗെറ്റ് റിച്ച് ക്വിക്ക് ട്രേഡിംഗ്. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പണം ഇരട്ടിയാക്കുക. ഞങ്ങളുടെ സ്റ്റോക്ക് ട്രേഡിംഗ് പദ്ധതിയിൽ നിക്ഷേപിക്കുക. എളുപ്പത്തിൽ സമ്പാദിക്കുക എന്ന ആഗ്രഹം നമ്മളെ എപ്പോഴും വഴിതെറ്റിക്കും. പെട്ടെന്നുള്ള സമ്പാദനം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ഉയർന്ന റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾക്ക് പിന്നിൽ സാധാരണയായി വലിയ അപകടങ്ങളുണ്ട്. 6. വലിയ റിവാർഡുകൾക്കായി എളുപ്പമുള്ള ജോലികൾ. ഈസി ടാസ്ക് ഓൺലൈൻ ജോബ്സ് ഫോർ ബിഗ് റിവാർഡ്സ്. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായ ജോലികൾ നൽകും. ഉയർന്ന പ്രതിഫലം ഉറപ്പ്. ഈ തരത്തിലുള്ള പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഓർക്കുക, സുഖമായി ഇരിക്കെ വലിയ പണം സമ്പാദിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഈ തരത്തിലുള്ള ജോലികൾക്ക് പിന്നിൽ സാധാരണയായി തട്ടിപ്പുകാർ ഒളിഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിക്കും. 7. നിങ്ങളുടെ പേരിൽ ലോട്ടറി ഇൻ യുവർ നെയിം. നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സമ്മാനം സ്വീകരിക്കുക. ഇത്തരം സന്ദേശങ്ങൾ സാധാരണയായി SMS അല്ലെങ്കിൽ ഇമെയിൽ വഴിയാണ് വരുന്നത്. നിങ്ങൾ ഒരിക്കലും ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കുക. യഥാർത്ഥ ലോട്ടറി നറുക്കെടുപ്പുകൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് പണം ആവശ്യമില്ല. 8. തെറ്റായ പണം കൈമാറ്റം. മിസ്റ്റേക്കൻ മണി ട്രാൻസ്ഫർ. സാർ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തെറ്റിച്ച് പണം വന്നിട്ടുണ്ട്. ഈ തുക തിരികെ അയക്കാൻ നിങ്ങൾ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണം. ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തുക. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തെറ്റിച്ച് പണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക. അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ മറ്റാരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നതിനനുസരിച്ച് പങ്കുവെക്കരുത്. 9. KYC കാലഹരണപ്പെട്ടു. KYC എക്സ്പയർഡ്. നിങ്ങളുടെ KYC വിവരങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുക. ബാങ്കുകൾ ഒരിക്കലും KYC അപ്ഡേറ്റുകൾക്കായി നിങ്ങളെ ഫോൺ വഴി വിളിക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യുകയില്ല. അതിനാൽ ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കുക. നിങ്ങളുടെ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ബാങ്കിന്റെ ഔദ്യോഗിക ബ്രാഞ്ച് സന്ദർശിച്ചോ മാത്രമേ KYC അപ്ഡേറ്റ് ചെയ്യാവൂ. 10. ഉദാരമായ നികുതി റീഫണ്ട്. ജനറസ് ടാക്സ് റീഫണ്ട്. നിങ്ങൾക്ക് നികുതി റിഫണ്ട് ലഭിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ നൽകി റിഫണ്ട് സ്വീകരിക്കുക. നികുതി വകുപ്പ് ഒരിക്കലും ഫോൺ വഴി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ചോദിക്കുകയില്ല. അവർക്ക് നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ഇതിനകം തന്നെ ലഭ്യമാണ്. ഇത്തരം കോളുകൾ വ്യാജമാണ്.
നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത്. സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാം? സംശയകരമായ ഏത് സന്ദേശങ്ങളും അവഗണിക്കുക. അജ്ഞാതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളുടെ പാസ്വേഡുകൾ, പിൻ നമ്പർ, ബാങ്ക് വിവരങ്ങൾ എന്നിവ ആർക്കും പങ്കുവെക്കരുത്. 2 ഫാക്ടർ അതെന്റിക്കേഷൻ സജ്ജമാക്കുക. നിങ്ങളുടെ ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും പതിവ് അപ്ഡേറ്റുകൾ ചെയ്യുക. സംശയം തോന്നിയാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അതോറിറ്റികളെ അറിയിക്കുക. ഓർമ്മിക്കുക, സൈബർ തട്ടിപ്പുകാർ എപ്പോഴും പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തുന്നു. അതിനാൽ എപ്പോഴും ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.